ഇല്ലില്ല, അങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ പല ദൂതന്മാരൊക്കെ അങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDF-ന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അല്ല, അങ്ങനെ ഒരു UDF പറഞ്ഞതുകൊണ്ട് പിൻവാങ്ങുക എന്ന രീതിയൊന്നും അതിലില്ല. പക്ഷെ അവരുടെയൊക്കെ പോളിസികൾ മാറ്റം വരുത്തണം. ഇപ്പൊ തമിഴ്നാട്ടിലെ SDPI, CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ആ മുന്നണിയിൽ SDPI മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു, പിന്നെ CPM മത്സരിക്കുന്നു, DMK മത്സരിക്കുന്നു. അവിടങ്ങളിൽ ഈ ഒരു പ്രശ്നം ഇല്ല. കേരളത്തിൽ വരുമ്പോൾ VD സതീഷിന്റെ ഒക്കെ ഒരു രീതി ഒരു ശത്രുവിനെ പോലെ, SDPI എന്നൊരു പാർട്ടിയെ ശത്രുവിനെ പോലെ കണ്ട് തീർത്തും SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്ന രീതിയോട് SDPI യോജിക്കുന്നത് തിരുത്തണം. അത് തിരുത്തി വരട്ടെ, അപ്പൊ നമുക്ക് പിന്തുണ പിൻവലിക്കണോ വേണമെന്നൊക്കെ അപ്പൊ ആലോചിക്കാം. അത് തിരുത്തി വരണം. യെസ്, പ്രാദേശികമായി അവിടുത്തെ പിന്നെ പൊതുസമൂഹവും പാർട്ടി പ്രവർത്തകന്മാരും ഒറ്റയടിക്ക് ഒന്നിച്ചാണ് പറയുന്നത് SDPI മത്സരിക്കണമെന്നാണ്. അവിടുത്തെ പണ്ഡിതന്മാർ വരെ, ആ മണ്ഡലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ വരെ നിങ്ങൾ മത്സരിച്ചോളൂ എന്ന രീതിയിലുള്ള ഒരു പിന്നെ സപ്പോർട്ടാണ് ലഭിക്കുന്നത്. പാർട്ടി ഒറ്റക്കെട്ടാണ്. അവിടെ ഒരു വ്യത്യാസം പോലും, അഭിപ്രായ വ്യത്യാസം ഇല്ല. എല്ലാവരും മത്സരിക്കുന്നത് തന്നെയാണ് നിൽക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ പല ദൂതന്മാരൊക്കെ അങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDF-ന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് എന്തായാലും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൂടുന്നുണ്ട്. എല്ലാ വർഷങ്ങളും ചർച്ച ചെയ്യും. അത് നമുക്ക് ചർച്ച ചെയ്യണമല്ലോ. അതെ, 24 നാളെ വൈകുന്നേരം 3 മണി വരെ ഉണ്ട്. അപ്പോൾ 10-30 മണിക്കൂറിന് മേലുണ്ടാവും. ഇലക്ഷനിൽ ആ സമയമൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. SDPI എല്ലായ്പ്പോഴും പറയാറുള്ളത് കോൺഗ്രസ് BJP-യുമായി സഹകരിക്കുന്നു, CPM BJP-യുമായി സഹകരിക്കുന്നു, എല്ലാവരും BJP-യുമായി സഹകരിക്കുന്നു, നിങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ BJP പ്രതിരോധിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന, അങ്ങനെ സ്വയം പറയുന്ന SDPIക്ക് എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിൽ പോലും ഇത്തരം ഒരു ആരെങ്കിലും ചോദിക്കട്ടെ പറയട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക? അതല്ല, ചോദിക്കട്ടെ പറയട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ചോദിക്കാൻ അവർക്ക് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അവര് ഇതൊരു SDPI എന്നുള്ളത് ഒരു മതേതര കക്ഷിയാണ് എന്നുള്ളതും, ഈ SDPIയുടെ വോട്ടും മതേതര വോട്ടാണെന്നുള്ളതും, അങ്ങനെ ഒരു വോട്ട് സത്യത്തിലില്ലല്ലോ. വോട്ടിന്റെ മതേതരത്വം അങ്ങനെ ഉണ്ടോ? ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം വിനിയോഗിക്കണമെന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഒരു താല്പര്യം. ആ താല്പര്യം വിനിയോഗിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ വോട്ടിൽ ഒരു മതേതരത്വം ഇല്ല. പക്ഷെ പാർട്ടികളെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ SDPI പോലെ ഭിന്നിപ്പിച്ച് നിർത്താനുള്ള ശ്രമം, അപരവലിക്കാനുള്ള ശ്രമം അവരിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ് SDPI ഡിമാൻഡ് ചെയ്യുന്നത്.